കളിക്കാവിളയിലെ ക്രഷർ ഉടമയുടെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാ സംഘമെന്ന് സൂചന. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കാണാനില്ല. ദീപുവിന് ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ഭാര്യയും പറയുന്നു. കേസിൽ നിർണായകമാകുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. കളിക്കാവിളയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. അയാളുടെ കയ്യിൽ ഒരു ബാഗുമുണ്ട്. കേസ് അന്വേഷണത്തിന് തമിഴ്നാട് പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ആ ദൃശ്യം നമുക്കൊന്ന് കാണാം. നെയ്യാറ്റിൻകര സ്വദേശിയായ JCB ഓപ്പറേറ്ററെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത്. JCB ഓപ്പറേറ്റർ യാത്രയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നതായി ക്രഷർ യൂണിറ്റിലെ ജീവനക്കാർ മൊഴി നൽകി. പിന്നെ ഞാൻ ഇവിടെ ഒരു 4 മണിയോളം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് എന്തോ പോയെന്ന് പറഞ്ഞു. സാധാരണ ഒരു വിപിൻ എന്ന് പറഞ്ഞ തക്കലയുള്ള ഒരു പയ്യുണ്ട്. അവൻ കൂടെ പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അവൻ പോയാൽ അത് കറക്റ്റാണ്. അവൻ സാധാരണ പോകുമ്പോൾ എല്ലാം വിപിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. വിപിൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ നെയ്യാറ്റിൻകരയുള്ള ഒരു പയ്യ ഉണ്ടെന്ന് പറഞ്ഞു, JCB ഓപ്പറേറ്റർ. അവനെക്കുറിച്ചാണ് ഇപ്പം അത് നമ്മൾ ഇവൻ ഉള്ളതുകൊണ്ടാണ് ഇവൻ്റെ ഡീറ്റെയിൽ കേൾക്കാത്തത്. പക്ഷേ തക്കല എത്തുന്നതിന് മുന്നേ തന്നെ ഈ കാര്യം നടന്നു. കൊല്ലപ്പെട്ട ദീപു സോമന്റെ മൃതദേഹം ഉടൻ വീട്ടിലെത്തും. ദീപുവിന്റെ വീട്ടിൽ നിന്ന് ആദിൽ പാലോട് തത്സമയം ചേരുന്നു. നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ആദിൽ പാലോട്, ദീപുവിനെ കൊന്നതാണെന്ന് വ്യക്തമാണ്. കൊന്നത് കൂടെയുണ്ടായിരുന്നവർ തന്നെയാണോ എന്നതാണ് ഇനി മനസ്സിലാകേണ്ടത്. അതിലേക്ക് നയിക്കുന്ന ചില വിവരങ്ങളൊക്കെ ദീപുവിന്റെ ഭാര്യ വിധു അടക്കം പങ്കുവയ്ക്കുന്നില്ലേ? എന്തൊക്കെയാണ് നമുക്ക് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഭാര്യയും കുടുംബവും പറയുന്നതനുസരിച്ച് പലതരം ഭീഷണികൾ ദീപുവിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദീപുവിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ദീപു സോമൻ എന്നെഴുതിയ കവാടം കാണാം. മൂലംപള്ളി ഹൗസ് എന്നതാണ് ഈ വീട്ടുപേര്. മലയൻകീഴ് ഈ വീട്ടിൽ ഒരു ദുഃഖസാന്ദ്രമായ സാഹചര്യമാണുള്ളത്. ഭാര്യയും കുടുംബവും പറയുന്നതനുസരിച്ചാണെങ്കിൽ 7:30-ക്കാണ് ദീപു ഇവിടെ നിന്നും പുറപ്പെട്ടത്. അതിനുശേഷം ഒരു 12 മണിയോടുകൂടി കളിക്കാവുള്ള പോലീസിൽ നിന്നും വിവരം ലഭിക്കുന്നു. പിന്നീട് കൊലപാതകം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഇതിന് പിന്നിലാര് എന്നതാണ് ഈ കൊലപാതകം സംബന്ധിച്ച് വളരെയധികം ദുരൂഹതകൾ ഇതുവരെ ഇപ്പോഴും കുരുക്കഴിയാതെ കിടക്കുന്നു എന്നുള്ളതാണ് പോലീസും അറിയിക്കുന്നത്. പലതരം അന്വേഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് എന്നതും വ്യക്തമാണ്. പ്രധാനമായും കുടുംബം ആരോപിക്കുന്നതനുസരിച്ച് ഈ പ്രദേശത്തുള്ള ഗുണ്ടാ സംഘങ്ങൾ പിരിവ് ചോദിച്ചും മറ്റുമായി തർക്കമുണ്ടായിരുന്നു ദീപുവുമായി. പലപ്പോഴും നിന്നെ പിന്നെ എടുത്തോളാം എന്ന തരത്തിലുള്ള ഭീഷണി ദീപുവിനുണ്ടായിരുന്നു എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതിനു പുറമെ 2 പേർ ഈ 7:30 ഇവിടെ നിന്നും കോയമ്പത്തൂരേക്ക് JCBയും ഒപ്പം മറ്റു ചില സാധനങ്ങളും വാങ്ങാനാണ്, ഉപകരണങ്ങളുടെ സ്പെയർ പാർട്സും ഒക്കെ വാങ്ങാനായിട്ടാണ് ദീപു കോയമ്പത്തൂരേക്ക് പോയത്. കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ 2 പേരുണ്ടാകുമെന്നാണ് ജീവനക്കാരെ അറിയിച്ചിരുന്നത്. ഒരാൾ തക്കല സ്വദേശിയായ വിപിൻ, അത് സാധാരണഗതിയിൽ ഇവർക്കൊക്കെ പരിചയമുള്ള, നാട്ടുകാർക്കൊക്കെ അറിയുന്ന, ജീവനക്കാർക്കൊക്കെ അറിയുന്ന ആളാണ് വിപിൻ. ഇതിനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു JCB ഓപ്പറേറ്റർ കൂടി ഉണ്ടാകുമെന്നതാണ് ജീവനക്കാരെ അറിയിച്ചിരുന്നത്. ഈ JCB ഓപ്പറേറ്ററെ കുറിച്ചുള്ള ഒരു വിവരവും ജീവനക്കാർക്കില്ലതാനും. അതുകൊണ്ട് തന്നെ ഈ JCB ഓപ്പറേറ്റർ ആര് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. തമിഴ്നാടാണ് സംഭവം നടന്നിട്ടുള്ളത്. കളിക്കാവിളയിൽ വെച്ചാണ് ഈ ദുരൂഹമായ ഒരു കുറ്റകൃത്യം, കൊലപാതകം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. തമിഴ്നാട് കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള 7-അംഗ അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ, ഒരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ മൃതദേഹം, ഇപ്പോൾ നാഗർകോവിലിലെ സർക്കാർ ആശുപത്രിയിലുള്ള മൃതദേഹം വീട്ടിലേക്ക്, മലയൻകീഴിലെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം പല വഴിക്ക് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ. ആദിൽ പാലോട്, ഈ JCB ഓപ്പറേറ്ററെ ഈ JCB കൊണ്ടുവരുന്നതിനായി, അതായത് JCB വാങ്ങാൻ പോകുന്നുവെന്നാണല്ലോ വീട്ടിലടക്കം പറഞ്ഞതും ഈ പണവുമായി പോയതും. അപ്പോൾ ഈ JCB കൊണ്ടുവരുന്നതിനായി അതിർത്തിയിൽ നിന്നും വാഹനത്തിൽ കയറ്റിയ ആൾ ആരാണ് എന്നത് സംബന്ധിച്ച് ദീപുവിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് പോലും ഒരു സൂചനയും ഇല്ല എന്നാണോ? ദീപുവിന്റെ അമ്മാവനടക്കമുള്ള ആളുകൾ ഈ പണം കൊണ്ടുപോയി എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആരെയാണ് കൂടെ കൂട്ടുന്നതെന്ന് ആരോടും പറയാതെ അങ്ങനെ ഒരാളെ ദീപു കൂടെ കൂട്ടുമോ? അങ്ങനെ ഒരു ഭീഷണി, പ്രത്യേകിച്ചും 10 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ആവശ്യപ്പെട്ടുള്ള ഭീഷണി കൂടി തനിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിലൊക്കെ ഒരു ദുരൂഹതയില്ലേ ആദിൽ?
ദുരൂഹത ഉറപ്പായുമുണ്ട്. കാരണം 50 ലക്ഷം രൂപയൊക്കെ ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘങ്ങൾ ദീപുവിനെ സമീപിച്ചിട്ടുണ്ട്. അതൊക്കെ നൽകില്ല എന്നറിയിച്ചതിനെ തുടർന്ന് പലതരം ഭീഷണികൾ ദീപുവിനുണ്ടായിരുന്നു. അതൊരു വശത്ത്. ഒപ്പമാണ് 10 ലക്ഷം രൂപ കൈവശം കൊണ്ടുപോയി, പ്രത്യേകിച്ച് JCB വാങ്ങാനാണ് പോകുന്നത്. ഇതിൽ 2 പേരെ കൂടെ കൊണ്ടുപോകുമെന്നതാണ് ജീവനക്കാർ, ഇവിടുത്തെ ക്രഷറി യൂണിറ്റിലെ ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. അതിൽ ഒരാൾ, ജീവനക്കാർക്കൊക്കെ പരിചയമുള്ള ഒരാൾ തക്കല സ്വദേശി, തമിഴ്നാട് തക്കല സ്വദേശി വിപിനാണ്. മറ്റൊരാൾ നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരു JCB ഓപ്പറേറ്റർ കൂടി തന്നോടൊപ്പം ഉണ്ടാകുമെന്നതാണ് ജീവനക്കാരെ ദീപു അറിയിച്ചിരുന്നത്. ഈ ആർക്കും അറിയാത്ത ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ JCB ഓപ്പറേറ്റർ ആര് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് തന്നെ ഈ JCB ഓപ്പറേറ്റർ കൂടി വാഹനത്തിൽ കയറിയിട്ടുണ്ടാകണം. അതിനുശേഷം ഈ പണമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടാകണം. പിന്നീട് ഈ തക്കല എത്തുന്നതിന് മുൻപ് തന്നെ, വിപിൻ എന്ന് പറയുന്ന ആൾ കയറുമെന്ന് പറഞ്ഞിരിക്കുന്ന തക്കല എത്തുന്നതിന് മുൻപ് തന്നെ ഈ കൃത്യം നടന്നിട്ടുണ്ട്. കളിയിക്കാവിളയിൽ വെച്ച് ഈ കൃത്യം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ JCB ഓപ്പറേറ്റർ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പോലീസ് തേടുന്നുണ്ടാകും. ഇതടക്കമുള്ള ഈ ഭീഷണി സന്ദേശങ്ങൾ, ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ ദുരൂഹത ഇതുവരെയും നീങ്ങിയിട്ടുമില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതിൽ അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ തേടുക. എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നതിൽ ഇപ്പോഴും ദുരൂഹത അവശേഷിക്കുകയാണ്. ദീപു സോമന്റെ വീട്ടിൽ നിന്നാണ് ആദിൽ പാലോട് വിവരങ്ങൾ ഇപ്പോൾ തത്സമയം നൽകിയത്. CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും വ്യക്തമാണ്. അപ്പോൾ ഒപ്പമുണ്ടായിരുന്നവരാണോ കൊന്നിട്ട് കടന്നു കളഞ്ഞത്, അതോ മറ്റൊരു സംഘത്തിന് മുന്നിലേക്ക് കൊല്ലാൻ കൊണ്ടുപോയി ഇട്ടുകൊടുക്കുകയായിരുന്നു? അതിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത്.